വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദൈവമക്കളെയും വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൽ പ്രത്യാശയുള്ളവരായി മാറുക, യേശുവിൽ വിശ്വാസമർപ്പിച്ച ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് അത് അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ദൈവമക്കളായ നമുക്ക് ദൈവത്തിൽ അതിയായ ഒരു വിശ്വാസമുണ്ടായിരിക്കണം. അതാണ് നമ്മളെ സന്തോഷമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാക്കി നമ്മളെ മാറ്റുന്നത്. ഇന്നത്തെ ശുശ്രൂഷ കർത്താവിലുള്ള പ്രത്യാശയിലും പ്രത്യാശ ഏറ്റുപറയുന്നവരായി മാറുവാനും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വചന ശുശ്രൂഷയ്ക്ക് മുൻപായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അല്പസമയ നേരം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. കർത്താവായ യേശുവേ, അങ്ങിൽ ഉള്ള ഒരു വലിയ വിശ്വാസം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നീ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ. ആയതിനാൽ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട ആവശ്യമില്ല, നിരാശരാകേണ്ട ആവശ്യമില്ല എന്നുള്ള ആ വലിയ വിശ്വാസത്താലും പ്രത്യാശയാലും ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ട മക്കളെ ഇന്ന് തൊടണമേ. ഇവരെ നീ സുഖപ്പെടുത്തണമേ. മക്കളെ ഓരോരുത്തരെ സ്പർശിക്കണമേ കർത്താവേ. ഇവർ ഓരോരുത്തരോടും നീ തന്നെ ഇന്ന് സംസാരിക്കണമേ. ദൈവവചനമായിരിക്കുന്ന അർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ, സ്വീകരിക്കുവാൻ അപ്പാ ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. വേദനയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കും
നീ ആശ്വാസമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിച്ചതിനായി, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിലുള്ള പ്രത്യാശ ഏറ്റുപറയുന്നവരായി മാറുക എന്നുള്ളതാണ്. പ്രത്യാശ ഏറ്റുപറയുക, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? എന്താണ് പ്രത്യാശ? എന്തിനാണ് പ്രത്യാശ ഏറ്റുപറയുന്നവരായി നമ്മൾ മാറേണ്ടത്? എന്തിനാ? തിരുവചനത്തിൽ നിന്ന് നമ്മൾ അതാണ് ഇന്ന് ധ്യാനിക്കുന്ന വിഷയം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം. ഇങ്ങനെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ നാം ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ആരാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തവൻ? നമ്മുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത്, എൻ്റെ ശിക്ഷ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരനായി കാൽവരിയിൽ മരിച്ച് 3-ാം നാൾ ഉയർത്ത് 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുവശത്ത് ഇന്നും രാജാതി രാജാവായിട്ട് ഇരിക്കുന്ന, വീണ്ടും വരാനിരിക്കുന്ന കർത്താവിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രത്യാശ. അപ്പൊ എന്താണ് തിരുവചനം പഠിപ്പിക്കുന്നത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ദൈവം അവൻ വിശ്വസ്തനാണ്. നമ്മോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ മാറിയാലും, ലോകം മാറിയാലും, മല മാറിയാലും, കുന്നുകൾ മാറ്റപ്പെട്ടാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ല. ലോകം മാറും, മനുഷ്യൻ മാറും, എന്നാൽ ദൈവം മാറുകയില്ല. അവൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകുകയില്ല. നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറകളെയോ അനുഗ്രഹിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. അബ്രഹാത്തെ നോക്കൂ. അബ്രഹാമേ, നിന്നിലൂടെ നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും, അതിനായി നിന്നെ ഞാൻ ഉപയോഗിക്കും എന്ന് അബ്രഹാത്തോട് ചെയ്ത വാഗ്ദത്തം നാളുകൾ കഴിഞ്ഞപ്പോൾ അത് അന്വർത്ഥമായി. നമുക്ക് ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. പിന്നീടുള്ള മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ, ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് നടന്ന ഒരു വ്യക്തിയും ലജ്ജിച്ച് പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. ആയതിനാൽ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ
അത് ദൈവമാണ്. സർവശക്തനാണ്, വല്ലഭനായ ദൈവമാണ്. അവൻ എൽ സദായിയാണ്, ഈ അഖിലേണ്ടത്തിൻ്റെ ഉടയവനാണ്. നമ്മുടെ ഓരോരുത്തരെയും കർത്താവാണ് നമ്മുടെ യേശു. അവനാണ് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതിനാൽ എന്താണ് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ? വിശ്വസ്തനാണ്. വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ നാം ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. എന്താണ് നമ്മുടെ പ്രത്യാശ? ഏതിലാണ് നമ്മുടെ പ്രത്യാശ? ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞ വാക്കുകളിലാണ്, വചനത്തിലാണ് നമ്മുടെ പ്രത്യാശ. വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയണം. അപ്പൊ ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി. ദൈവം എന്നോട് പറഞ്ഞ ആ വചനത്തിലാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ നാം ഏറ്റുപറയണം. ഏറ്റുപറയണം എന്നുള്ളത് പ്രിയമുള്ളവരെ, അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ഏറ്റുപറയുന്നതിലൂടെയാണ് നാം രക്ഷ പ്രാപിക്കുക, നീതീകരിക്കപ്പെടുക എന്ന് റോമ 10:9 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിൽ ഏറ്റുപറച്ചിലിന് ഭയങ്കര ശക്തിയുണ്ട്, അർത്ഥമുണ്ട് അതിന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം എന്താണ് ഏറ്റു പറയേണ്ടത്? പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത് എന്താണ്? പ്രത്യാശ. എന്താണ് പ്രത്യാശ? ഏതിലാണ് നമ്മുടെ പ്രത്യാശ? ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിലാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാത്തിന്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായിരുന്നു. ഹെബ്രായർക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദത്തം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായൊരു വചനമായത്! നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാത്തെ വിളിച്ചപ്പോ അബ്രഹാത്തോട് ദൈവം പറഞ്ഞതാ, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കും, മാത്രമല്ല നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും. തലമുറകൾക്ക് നീ ജന്മം കൊടുക്കും. അനേകം തലമുറകളുടെ പിതാവെന്ന് നീ വിളിക്കപ്പെടും. അതുകൊണ്ട് നിന്നെ അബ്രഹാം എന്ന് ഇതാ വിളിക്കുന്നു. അപ്പൊ നിന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവ്, ഈ കർത്താവിലുള്ള, അവൻ പറഞ്ഞ വചനത്തിലുള്ള, വാക്കുകളിലുള്ള അതിലുള്ള പ്രത്യാശയാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും എന്ന് അബ്രഹാത്തോട് ദൈവം പറഞ്ഞു. അബ്രഹാം എന്നാ ചെയ്തു? ദീർഘക്ഷമയോടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകള്, ഈ വചനം, ഈ വാഗ്ദാനം അബ്രഹാം എല്ലാ ദിവസവും ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ എല്ലാം ഇവ ഏറ്റുപറഞ്ഞ് സ്വയം പറഞ്ഞ്, ഭാര്യയോട് പറഞ്ഞ്, നാട്ടുകാരോട് പറഞ്ഞ്, ആവർത്തിച്ച് പറഞ്ഞ് അവൻ നടക്കുമായിരുന്നു. ആ പ്രത്യാശ, ആ വിശ്വാസം, ആ വാഗ്ദത്തം
അവൻ ഏറ്റുപറഞ്ഞ് നടന്ന് അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരിക്കൽ ആ വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ വാഗ്ദാനം, നമ്മുടെ പ്രത്യാശ നാം ഏറ്റു പറയണം. നമുക്ക് ദൈവത്തിൽ വലിയൊരു പ്രത്യാശ വേണം. പ്രത്യാശ വേണം നമ്മൾ ഏറ്റു പറയാൻ. ഇരുളടഞ്ഞ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതത്തെ, ഭാവിയെ നമ്മൾ കാണരുത്. അഥവാ കണ്ടാൽ പോലും അത് വിളിച്ചു പറഞ്ഞു നടക്കരുത്. എനിക്കൊരു ഭാവിയില്ല എന്ന് പറയരുത്. ഞാൻ ശരിയാകിയല്ല എന്ന് പറയരുത്. അല്ലേലും ഞാൻ ഇത് അനുഭവിക്കാനാ എന്ന് പറയരുത്. എനിക്കൊരിക്കലും ഉയർച്ച ഉണ്ടാകിയല്ല എന്ന് പറയരുത്. ഞാൻ നന്നാകിയല്ല, ഈ സ്വഭാവം വിട്ടുപോകിയല്ല, ഞാൻ എവിടെ രക്ഷപ്പെടാനാ, ഇതെന്നെ കൊണ്ടേ പോവുകയുള്ളൂ, ഞാനിത് അനുഭവിക്കാനുള്ളതാ, ഇത് പാരമ്പര്യമായിട്ടുള്ളതാ, ഈ രോഗം പോകുകയല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഈ കുടുംബം ഒരു ശാപമാ, ഇവിടെ കഷ്ടപ്പാടാ, ഇതുപോലത്തെ ഒരു കെട്ടിയവൻ, ഇതുപോലത്തെ ഒരു മക്കളാണല്ലോ എനിക്ക് കിട്ടിയത്, ഇതൊക്കെ എന്ന് നന്നാകാനാ. പ്രിയമുള്ളവരെ, ഇതെല്ലാം പ്രത്യാശയ്ക്ക് വിരുദ്ധമായ വാക്കുകളാ. ദൈവവചനത്തിന് വിരുദ്ധമായ വാക്കുകളാ ഇതൊക്കെ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അബ്രാഹത്തെ നോക്കി ദൈവനെ പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും, നീ മൂലം അനേകർ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം എന്നെ ചെയ്തു? ദീർഘക്ഷമയോടെ ഈ പ്രത്യാശ, ദൈവം വാഗ്ദത്തം ചെയ്ത ഈ വാഗ്ദാനം, ഈ വചനം അബ്രഹാം പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ വാഗ്ദാനത്തിന്, ആ വചനത്തിന്, ആ പ്രത്യാശയ്ക്ക് ജീവനുണ്ടായി. അത് പൊട്ടിമുളച്ച് ഫലമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായ, പ്രത്യാശയ്ക്ക് വിപരീതമായ, അവിശ്വാസത്തിൻ്റെ, നിരാശയുടെ, സങ്കടത്തിൻ്റെ, തകർച്ചയുടെ, ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ വാക്കുകൾ, ഭാഷകൾ, പ്രിയമുള്ള സഹോദരി, സഹോദര, അമ്മച്ചി, അപ്പച്ച, മോനെ, മോളെ, നീ സംസാരിക്കരുത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന്, ഒരു വിശ്വാസിയുടെ അധരത്തിൽ നിന്ന് എപ്പോഴും വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ വാക്കുകൾ വേണം പുറത്തേക്ക് വരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകുക. ഞാൻ നിന്നെ നടത്താം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാം, നീ എനിക്ക് വേണ്ടി ജീവിച്ചാൽ നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം, നിന്റെ ജീവിതം എന്നെ ഏൽപ്പിക്കുക, ഞാൻ നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. കർത്താവ് എത്രയെത്ര കാര്യങ്ങൾ നമ്മളെ നോക്കി പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വചനം നമുക്ക് സുപരിചിതമാണ്. അവിടെ എന്താണ് തിരുവചനം പഠിപ്പിക്കുന്നത്? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിച്ചാൽ മറ്റുള്ളവയെല്ലാം ഇതാ അതോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവം എന്നോട്, നിങ്ങളോട്, നമ്മോട്, അവിടുത്തെ മക്കളോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന ശബ്ദമായത്. നീ എൻ്റെ രാജ്യം നോക്കിയാൽ നിന്റെ രാജ്യം ഞാൻ നോക്കാം, നീ എൻ്റെ കാര്യം നോക്കിയാൽ നിന്റെയും നിന്റെ തലമുറകളുടെയും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, സർവശക്തനാ, ഭൂമിയെ ഒറ്റ വാക്കിനാൽ ഉണ്ടാക്കിയവനാ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കിൽ ഒന്ന് വിശ്വസിക്കാൻ മേലെ, ഈ വാക്കിൽ ഒന്ന് പ്രത്യാശ അർപ്പിക്കാൻ മേലെ, ഈ പ്രത്യാശ വേണം നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കാൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഹല്ലേലൂയ സ്തോത്രമായിട്ട് നടന്നാൽ എത്ര കാലം ജീവിക്കാൻ പറ്റും? ജീവിക്കാനുള്ള വക കിട്ടുമോ?
നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കണ്ടേ? ഇങ്ങനെയുള്ള വാക്കുകൾ ദൈവ വാഗ്ദാനത്തിനെതിരാണ്, പ്രത്യാശയ്ക്കെതിരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ആ ദൈവം എന്നെ നടത്താനും ശക്തനാണ്, എന്നെ പരിപാലിക്കാൻ ശക്തനാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്താൻ ശക്തനാണ്, അന്നു വേണ്ട ആഹാരം തരാൻ അവൻ കഴിവുള്ളവനാണ്, അവന് പല വഴികളുണ്ട് എന്നെ നടത്താൻ എന്ന് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രത്യാശിക്കണം. ഈ കാര്യം ഞാൻ പ്രിയമുള്ളവരെ ആവർത്തിച്ച് സ്ഥിരതയോടെ ഏറ്റുപറയണം. ധ്യാനം കുടുംബം മാത്രം പോരാ. ആരെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ആവേശത്തിൽ 2 മണിക്കൂർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതനു ദിവസം നിമിഷം, ഓരോ ദിവസവും നമുക്കത് സംഭവിക്കുവോളം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അബ്രഹാം അത് പ്രാപിക്കുന്നത് വരെ, സ്വന്തമാക്കുന്നത് വരെ, വാഗ്ദത്തം നമുക്ക് ലഭിക്കുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് പ്രത്യാശയുള്ളവർക്കേ പറ്റൂ. മനസ്സിലായോ? വിശ്വാസമുള്ളവർക്കേ പറ്റൂ, ക്ഷമയുള്ളവർക്കേ പറ്റൂ. ഇല്ലാത്തവൻ ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ട് ഒരു ധ്യാനം കൂടി 1 മാസം കാത്തിരിക്കും, അത് കിട്ടിയില്ലെങ്കിൽ ഇട്ടിട്ട് പോകും. ഒരു വിശ്വാസിക്ക് പ്രത്യാശ ഉള്ളിലുള്ളവന് ഇട്ടിട്ട് പോകാൻ പറ്റുകയില്ല. അത് ലഭിക്കുന്നത് വരെ അതിന് പിന്നാലെ പോകും, ലഭിക്കുന്നത് വരെ അത് കാത്തിരിക്കും പ്രത്യാശയുള്ളവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, ഞാൻ നിന്നെ നടത്താം, ഞാൻ നിന്നെ നയിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്, നീ നിന്റെ ജീവിതം എന്നെ ഏൽപ്പിക്കുക. കർത്താവ് എന്തിയത്തെ തിരുവചനത്തിലൂടെ, പരിശുദ്ധ സുവിശേഷത്തിലൂടെ പ്രിയമുള്ളവരെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വാക്കിൽ പ്രത്യാശ അർപ്പിക്കുന്നവരായി നമ്മൾ മാറുക. ഈ പ്രത്യാശ ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. റോമ 5:5 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ ഒരു വ്യക്തിയെയും നിരാശരാക്കുന്നില്ല. പ്രത്യാശയില്ലാത്തവൻ നിരാശനായി മാറും, നിരാശപ്പെടും. ദൈവം നൽകുന്ന ദൈവവചനത്തിലുള്ള, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലുള്ള ആ പ്രത്യാശ നമ്മെ എന്നും നിലനിർത്തിക്കൊണ്ടിരിക്കും. അത് നഷ്ടപ്പെട്ടു പോകുകയില്ല. അത് പ്രാപിക്കുന്നത് വരെയും കാത്തിരിക്കുവാനുള്ള ദീർഘക്ഷമ ഈ പ്രത്യാശ നമുക്ക് നൽകും. ആയതിനാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ രോഗികളാണോ? നിങ്ങൾ പറ, യേശു എന്നെ സുഖപ്പെടുത്തും, യേശു എനിക്ക് സൗഖ്യം തരും, ഈ രോഗത്തിൽ നിന്ന് അവൻ എനിക്ക് വിട്ടുതൽ തരും, ഈ കടബാധ്യതയിൽ നിന്ന് ഒരു വിട്ടുതൽ നൽകും, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറും. പ്രത്യാശ ഏറ്റു പറയണം. ഈ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കർത്താവായ യേശുവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട ഓരോ മക്കളെ ഇപ്പോൾ തന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതത്തിന്റെ കരം ഇവരെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ നിരാശരായ മക്കളെ, ഓ നിരാശയിൽ നിന്ന് വിട്ടുവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് അവർ വിശ്വാസം പകർന്നു കൊടുക്കണമേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ. പ്രത്യാശയുടെ വാക്കുകൾ ഏറ്റുപറയുവാൻ, വിശ്വാസത്തിന്റെ വചനങ്ങൾ ഏറ്റുപറയുവാൻ, ദൈവവചനങ്ങൾ ജീവനടങ്ങിയ സമൃദ്ധി നൽകുന്ന ദൈവവചനങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങിലുള്ള പ്രത്യാശ ഏറ്റുപറഞ്ഞ് ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിരാശകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് ഇത് അസാധ്യമെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ, ആത്മാവിന്റെ അഭിഷേക ശക്തി വെളിപ്പെടട്ടെ, സ്വഭാവങ്ങൾ രുചിയിൽ വിദ്യകൾ പ്രാപിക്കട്ടെ. മക്കൾ ദൈവഭക്തിയിലേക്ക്, യുവജനങ്ങൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. നിഷേധാത്മകമായ ചിന്തകൾ വിട്ടുപോട്ടെ, അശുദ്ധമായ വാക്കുകൾ വിട്ടുപോട്ടെ, പ്രത്യാശയ്ക്ക് വിരുദ്ധമായ വാക്കുകൾ വായിൽ വിട്ടുപോട്ടെ. നാവ് അതരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങിലുള്ള പ്രത്യാശ ഏറ്റുപറയുന്നവരായി ഇവരെ മാറ്റണമേ. അങ്ങ് ചെയ്ത വാഗ്ദത്തം ഏറ്റുപറയുന്നവരായി ഇവരെ മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനകർത്തനായി നന്ദി പറയുന്ന കർത്താവേ, യേശുവേ 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 യേശുവേ. ആമേൻ ആമേൻ. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ വാക്കുകൾ, വചനങ്ങൾ ഏറ്റുപറയുന്ന ഒരു ജീവിതം നയിക്കുന്നവരായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥിക്കാം. God bless you. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ